എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 190 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദി പിക്ചർ ഷോസ് എ ക്വാഡ്രിലാറ്ററൽ ഡ്രോൺ ബൈ ജോയിൻ ദി മിഡ് പോയിന്റ്സ് ഓഫ് ദി ഹാഫ് ദി ഡയഗണൽസ് ഓഫ് എ റോംബസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നമുക്കൊരു സമഭുജ സമാന്തരികം, ഒരു റോംബസ് ആണിത് അല്ലെ, റോംബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വികരണങ്ങൾ അല്ലെ, രണ്ട് വികരണങ്ങൾ, ആ വികരണങ്ങളുടെ പകുതി അല്ല, ഇപ്പൊ ഇതിന്റെ പകുതി അതുപോലെ ഇതിന്റെ പകുതി, ഈ വികരണത്തിന്റെ പകുതി അതിന്റെ പകുതി അല്ലെ. അപ്പൊ ഇവയുടെ മധ്യബിന്ദുക്കൾ, അപ്പൊ ഈ പകുതിയുടെ മധ്യബിന്ദു മിഡ് പോയിന്റ് ഇത്, ഈ ഹാഫിന്റെ മിഡ് പോയിന്റ് ഇത്, ഇതിന്റെ മിഡ് പോയിന്റ് ഇത്, ഇതിന്റെ മിഡ് പോയിന്റ് ഇത്, ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചു. ഇങ്ങനെ യോജിപ്പിച്ചപ്പോൾ നമുക്കൊരു ക്വാഡ്രിലാറ്റർ കിട്ടി അല്ലെ, ഒരു ചതുർഭുജം കിട്ടി. അപ്പൊ ഈ കിട്ടിയ ചതുർഭുജം അതും ഒരു റോംബസ് തന്നെയാണോ, അപ്പൊ അതും ഇതുപോലെ തന്നെ ഒരു റോംബസ് തന്നെയാകുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് റോംബസ് ആകുന്നത് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, നമുക്കറിയാം ആദ്യം തന്നിട്ടുള്ള റോംബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ്സുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു ചതുർഭുജം വരച്ചു കഴിഞ്ഞാൽ അതും റോംബസ് ആകുമോ അല്ലെ, റോംബസ് ആകുമോ, എന്തുകൊണ്ടാണ് റോംബസ് ആകുന്നത്, ഇതാണ് ചോദ്യം. നമുക്കറിയാം ഒരു ചതുർഭുജം നമ്മൾ റോംബസ് എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊരു റോംബസ് ആണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഒന്ന് നമുക്ക് 4 വശങ്ങൾ തുല്യമാണെന്ന് പറയണം. പിന്നെ എന്ത് പറയണം, ഈ ആംഗിള് 90 ഡിഗ്രി ആണ് അല്ലെ. ഈ വികരണങ്ങൾ, ഈ ഡയഗണൽസ് കൂട്ടിമുട്ടുന്ന ഈ ആംഗിൾ എന്തായിരിക്കും, അത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആവണം അല്ലെ. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറ്റണം. ആ രണ്ട് കാര്യങ്ങളും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇതും ഒരു റോംബസ് ആണെന്ന് പറയാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനൊരു ABCD അങ്ങോട്ട് പേര് കൊടുത്തു. അപ്പൊ ABCD എന്ന് പറഞ്ഞത് അതൊരു റോംബസ് ആണ്, നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലെ. ഇനി നമുക്ക് കിട്ടിയ ഈ ചതുർഭുജം, ഈ ക്വാഡ്രിലാറ്റർ നമുക്ക് ABCD PQRS എന്ന് കൊടുക്കാം. PQRS എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇത് നമുക്ക് മിഡ് പോയിന്റ് എന്തിനാ നമുക്കൊരു O എന്നും കൊടുക്കാം, പേര് O അങ്ങനെ എടുക്കട്ടെ. അപ്പൊ നമുക്ക് നോക്കിയ രണ്ട് കാര്യങ്ങളാണ് തെളിയിക്കേണ്ടത്. ഒന്ന് ഈ ആംഗിളുകൾ അല്ലെ, ഈ ആംഗിളുകൾ നമുക്ക് 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം, എങ്കിലേ നമുക്ക് ഇത് റോംബസ് ആണെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ അല്ലെ. പിന്നെന്താണ്, പിന്നെ നമുക്ക് ഈ വശവും ഈ വശവും ഈ വശവും ഈ വശവും തുല്യമാണെന്ന് തെളിയിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇവിടെ നോക്കിയാൽ നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഇത് വലുതൊരു റോംബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ വലുത് റോംബസ് ആണെങ്കിൽ ഇതിന്റെ വലുതിന്റെ നോക്കിയാൽ ഇതെന്താണ്, ഡയഗണൽസ് ആണ് അല്ലെ. അപ്പൊ ഡയഗണൽസ് എന്തായിരിക്കും, പരസ്പരം ബൈസെക്ട് ചെയ്യും. റോംബസിന്റെ ഡയഗണൽസ് പരസ്പരം ബൈസെക്ട് ചെയ്യും അല്ലെ, ലംബസംഭാജികളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി അല്ലെ. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. അതുപോലെ ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിളുകളൊക്കെ എന്തായിരിക്കും 90 ഡിഗ്രി ആണ് അല്ലെ. കാരണം ഇത് റോംബസ് ആണ്, റോംബസിന്റെ ഈ ഡയഗണൽസ് എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഈ ആംഗിളൊക്കെ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമ്മുടെ ഈ ചെറിയ ഈ ചതുർഭുജത്തിന്റെ അല്ലെ, ഈ ക്വാഡ്രിലാറ്ററിന്റെ ഈ ആംഗിളുകളൊക്കെ എന്താണെന്ന് നമുക്ക് കിട്ടി, 90 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പൊ ഒരു കാര്യം ഓക്കെ ആയി. അപ്പൊ നമുക്ക് അത് എഴുതാം അല്ലെ. ഫസ്റ്റ് നമുക്ക് അത് എഴുതാം. അപ്പൊ എന്തെഴുതാം, സിൻസ് ABCD is a rhombus AC and BD അല്ലെ, AC and BD are perpendicular bisectors. അല്ലെ. അപ്പൊ സിൻസ് ABCD ഈസ് എ റോംബസ്, അതായത് ABCD എന്ന് പറയുന്നത് ഒരു റോംബസ് ആയതുകൊണ്ട്, ഒരു സമഭുജ സമാന്തരികമായതുകൊണ്ട് ACയും BDയും ലംബ സമഭാജികളാണ്. മനസ്സിലായില്ലേ, ACയും BDയും ലംബ സമഭാജികളാണ്. അതാണ് നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ചതുർഭുജം എടുക്കാം അല്ലെ. അപ്പൊ കൺസിഡർ PQRS ക്വാഡ്രിലാറ്ററൽ PQRS നമുക്ക് പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ ഡയഗണൽ അല്ലെ, ഇതിന്റെ ഡയഗണൽ നോക്കി, ഈ രണ്ടോണ് ഡയഗണൽ അല്ലെ, ഇതിന്റെ ഡയഗണൽ, ആ ഡയഗണലിന്റെ ഈ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് അല്ലെ. അതുകൊണ്ട് ഈ ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അത് ആദ്യം നമുക്ക് കിട്ടി. അപ്പൊ കൺസിഡർ PQRS, നമുക്ക് എന്ത് എഴുതാം, ദി ആംഗിൾ ബിറ്റ്വീൻ the diagonals are
90 ഡിഗ്രി അല്ലേ. ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽസ്, അതായത് ഈ വികരണങ്ങൾക്കിടയിലുള്ള കോണുകൾ എത്രയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ. അതായത് ഈ ആംഗിളുകളൊക്കെ 90 ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഈ വശങ്ങൾ കൂടി ഈക്വൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. അത്രയേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് ഇവ 4 തുല്യമാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ ആംഗിളുകളൊക്കെ 90 ഡിഗ്രി അല്ലേ. അതായത് ഇത് 4 എന്താണ്? മട്ടത്രികോണങ്ങളാണ് അല്ലെ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണ് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ എന്ന് കേട്ട് അപ്പൊ നമുക്ക് ഓർമ്മ വരും പൈത്തഗോറസ് തിയറം ഓർമ്മ വരും അല്ലേ. അങ്ങനെയാണെങ്കിലൊക്കെ ഈ വശം നമുക്ക് ഈ വശവുമാണ് തുല്യമാണ് തെളിയിക്കേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഈ വശത്തിന്റെ നീളം നമുക്ക് എങ്ങനെ കിട്ടാം? പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയേ, പി ക്യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒ പി സ്ക്വയറും പ്ലസ് ഒ ക്യു സ്ക്വയറും അല്ലെ. ഒ പി സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ, ശരിയല്ലേ? ഓക്കെ. ഇനി നമുക്ക് നോക്കിയാൽ ഈ ത്രികോണം എടുക്കാം. ഇതിൽ നമുക്ക് ക്യു ആർ സ്ക്വയർ നോക്കിയാൽ, ക്യു ആർ സ്ക്വയർ ഇതിന്റെ നീളം കിട്ടാൻ എന്ത് ചെയ്യണം? ഈ മട്ടത്രികോണത്തിൽ ഇതിന്റെ നീളം കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയറും പ്ലസ് ഇതിന്റെ സ്ക്വയറും അല്ലേ. അതായത് ഒ ആർ സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ. അപ്പൊ ഒ ആർ സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ. പക്ഷെ ഇവിടെ നോക്കിയേ, ഈ ഒ പി എന്ന് പറയുന്നതും ഒ ആർ എന്ന് പറയുന്നത് തുല്യ നീളങ്ങളല്ലേ. കാരണം എന്താ? ഇതിന്റെ മിഡ് പോയിന്റ്, ഈ നീളവും തുല്യമാണ് നമുക്കറിയാം. ഇതിന്റെ മിഡ് പോയിന്റ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒ പി എന്ന് പറഞ്ഞ നീളവും ഒ ആർ എന്ന് പറഞ്ഞ നീളവും തുല്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒ ആറിന് പകരം എന്ത് കൊടുക്കാം? ഒ ആറിന് പകരം ഒ പി എന്ന് കൊടുത്താലും മതി അല്ലേ. ഒ ആറിന് പറഞ്ഞ പകരം നമുക്ക് ഒ പി എന്ന് കൊടുത്താലും മതി, രണ്ട് സെയിം അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഒ പി സ്ക്വയർ പ്ലസ് ഇതങ്ങനെ തന്നെ അതേപോലെ എഴുതാം, ഒ ക്യു സ്ക്വയർ. അതായത് ഇവിടെ നോക്കിയേ, ഒ ആർ എന്ന് പറയുന്ന സാധനം, ഒ ആർ എന്ന് പറയുന്നത് ഒ പി ആണ് അല്ലേ, ഒ പി ആണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഒ ആറിന് പറയുന്നത് ഒ പി എന്ന് കൊടുത്തു. അപ്പോൾ ഒ ആർ സ്ക്വയറിന് പകരം ഒ പി സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ എന്ന് കൊടുത്തു. ഏതിന്റെ നീളം കിട്ടിയപ്പോൾ നമുക്ക് ക്യു ആർ സ്ക്വയറിന്റെ നീളം കിട്ടി അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയാൽ പി ക്യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒ പി സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ, ക്യു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാലും ഒ പി സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ, രണ്ട് സെയിം തന്നെയല്ലേ അല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ദർഫോർ പി ക്യു എന്ന് പറഞ്ഞതും ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ് അല്ലേ. പി ക്യു സ്ക്വയർ എന്ന് പറയുമ്പോൾ കിട്ടിയത് അതേ സാധനം തന്നെയാണ് ക്യു ആർ സ്ക്വയർ എന്ന് പറയുമ്പോഴും കിട്ടുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ പി ക്യു എന്ന് പറയുന്നത് ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെ ആയിരിക്കും. ഇവിടെ നമുക്കിപ്പോ ഇതും തുല്യമാണ് നമുക്ക് കിട്ടി അല്ലെ. പി ക്യൂവും ക്യു ആറും തുല്യമാണെന്ന് കിട്ടി. അതേ രൂപത്തിൽ നമുക്ക് പി ക്യൂവും എസ് ആറും തുല്യമാണെന്ന് പറയാൻ പറ്റും, പി ക്യൂവും പി എസും തുല്യമാണെന്ന് പറയാം. ഇതേ രൂപത്തിൽ അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത് തരണ്ട, നമ്മൾ ഒരെണ്ണം ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? സിമിലർലി. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഓരോന്നും ഇങ്ങനെ ചെയ്തിരുന്നില്ല. നമ്മൾ ഒരെണ്ണം ഇത് രണ്ടും ഇപ്പൊ തുല്യമാണെന്ന് പ്രൂവ് ചെയ്തില്ലേ. ഓക്കെ. ഇനി നമുക്ക് എന്ത് എഴുതിയാൽ മതി? സിമിലർലി we can prove എന്ത്? പി ക്യു ഈക്വൽ ടു എസ് ആർ അല്ലെ. പി ക്യു ഈക്വൽ ടു എസ് ആർ അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പി ക്യു ഈക്വൽ ടു എ പി എസ്. മനസ്സിലായോ? അപ്പൊ സിമിലർലി വി ക്യാൻ പ്രൂവ് പി ക്യു ഈക്വൽ ടു എസ് ആർ, പി ക്യു ഈക്വൽ ടു പി എസ് അല്ലെ. അപ്പൊ ഇതേ രൂപത്തിൽ നമുക്ക് പി ക്യു ഈക്വൽ ടു എസ് ആർ എന്നും പി ക്യു ഈക്വൽ ടു പി എസ് എന്നും പ്രൂവ് ചെയ്യാൻ കഴിയും, തെളിയിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ശരിയല്ലോ. ഈ ആംഗിളുകൾ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആംഗിളുകൾ നമ്മൾ 90 ഡിഗ്രി ആണ് ആദ്യം പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 4 വശങ്ങൾ ഈക്വൽ ആണെന്നാണ്. അത് നമുക്ക് നോക്കിയാൽ ഇതിൽ നിന്ന് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചു നമ്മൾ ഇതും ഈക്വൽ ആണെന്ന് ആദ്യം തെളിയിച്ചു അല്ലെ. അതുപോലെ നമുക്ക് ഇതും ഇതേപോലെ തെളിയിക്കാം. പക്ഷെ അതിന്റെ കാര്യമില്ല, അങ്ങനെ തെളിയിക്കേണ്ടതില്ല. നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? സിമിലർലി വി ക്യാൻ പ്രൂവ് പി ക്യു ഈക്വൽ ടു എസ് ആർ ആൻഡ് പി ക്യു ഈക്വൽ ടു പി എസ്. അപ്പൊ ഇതുപോലെ നമുക്ക് പി ക്യു എസ് ആറിന് ഈക്വൽ ആണെന്നും പി ക്യു പി എസിന് ഈക്വൽ ആണെന്നും നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore it is also a rhombus. ആയതിനാൽ ഇതും ഒരു സമഭുജ സമാന്തരികമാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ നിൽക്കിയ നമ്മുടെ മൂന്നാം ചോദ്യത്തിന് ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ദി ഏരിയ ഓഫ് ദി സ്മോൾ ക്വാഡ്രിലേറ്റർ ഈസ് 3 സ്ക്വയർ സെന്റിമീറ്റർ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ലാർജ് റോംബസ്? അതായത് ഈ ചെറിയ ചതുർഭുജത്തിന്റെ അല്ലെ ഏരിയ 3 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ചെറുതിന്റെ അല്ലെ, നമ്മൾ നടുവിൽ വരച്ചതിന്റെ അത് 3 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വലിയ സമഭുജ സമാന്തരികത്തിന്റെ ഏരിയ എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ചെറുതിന്റെ ഏരിയ തന്നിട്ടുണ്ട് അല്ലെ.
അതായത് ഇതൊക്കെ ഏരിയ ഓഫ് ഏതിൻ്റെ ചെറുതിൻ്റെ PQRS എത്രയാണ് തന്നിട്ട് നമുക്ക് 3 സ്ക്വയർ സെന്റിമീറ്റർ ആണ് തന്നിട്ട് അല്ലേ 3 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ ഏരിയ 3 സ്ക്വയർ സെന്റിമീറ്റർ ആണെങ്കിൽ ഈ വലുതിന്റെ ഏരിയ എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് ഈ വലിയ ഡയഗണൽ നോക്കാം. ഈ വലിയ ഡയഗണലിന്റെ നീളം D1 ആണെന്ന് വിചാരിക്കുക. D1 ഏതിന്റെ നീളം? ഈ വലിയ ഡയഗണലിന്റെ നീളം D1 അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയായിരിക്കും? ഇതിന്റെ പകുതിയാണ് ഇത് അല്ലെ? ഇത് വലുതിന്റെ ഡയഗണൽ, അതിന്റെ പകുതിയാണ് ചെറുതിന്റെ ഡയഗണൽ അല്ലെ? കാരണം എന്താ? ഇതിന്റെ മിഡ് പോയിന്റ് ആണ്, ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഈ നീളം എന്ന് പറഞ്ഞാല് ഈ നീളത്തിന്റെ പകുതിയാണ് അല്ലെ? അപ്പൊ നമുക്ക് ഈ നീളത്തിന് എന്തെന്ന് കൊടുക്കാൻ പറ്റും? ഈ D1ന്റെ പകുതി അല്ലെ? അപ്പൊ നമുക്ക് ഈ ഡയഗണലിനെ നമുക്ക് D1/2 എന്ന് കൊടുക്കാം. മനസ്സിലായില്ലേ? D1 എന്ന് പറഞ്ഞാൽ ഈ നീളം, അതിന്റെ പകുതിയാണ് ഈ നീളം. ഇനി അതുപോലെ തന്നെ നോക്കിയാൽ ഇത് വലുതിന്റെ അല്ലെ? വലുതിന്റെ ഡയഗണലാണ്, അതുകൊണ്ട് നമുക്ക് D2 എന്ന് കൊടുക്കാം. അപ്പൊ D2ന്റെ പകുതിയാണ് ഇത്രയും ഭാഗം അല്ലെ? അപ്പൊ നമുക്ക് ഈ ഡയഗണൽ എത്രയായിരിക്കും? ചെറുതിന്റെ ഡയഗണല് D2/2 അല്ലെ? അപ്പൊ നമുക്ക് ചെറിയ കോർഡിനേറ്റിന്റെ 2 ഡയഗണലിന്റെ നീളം കിട്ടി. ഒന്ന് D1/2ഉം അടുത്തത് D2/2ഉം. ഇനി നോക്കിയേ ഏരിയ ഓഫ് PQRS അല്ലെ? അപ്പൊ PQRSന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു ഈ ഡയഗണലിന്റെ നീളം എത്രയാണ്? D1/2 അല്ലെ? അപ്പൊ D1/2 ഇൻറ്റു പിന്നെന്താണ് ഈ ഡയഗണൽ അല്ലെ? അതായത് D2/2. അപ്പൊ ഹാഫ് ഇൻറ്റു D1/2 ഇൻറ്റു D2/2 എന്ന് പറഞ്ഞ എത്രയാണ്? 3 ആണ്. ക്ലിയർ ആയില്ലേ? നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 ആണ്. ഇതാണ് നമ്മുടെ ഏരിയ, ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 2 വികരണങ്ങളുടെ നീളം നമുക്ക് കിട്ടി, D1/2ഉം D2/2ഉം. അതുകൊണ്ട് ഹാഫ് ഇൻറ്റു D1/2 ഇൻറ്റു D2/2 = 3 എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കിയാൽ വലുതിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? വലുതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വലുതിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് ഹാഫ് ഇൻറ്റു D1 അല്ലെ? ഇത് D1 എടുത്തു നമ്മൾ, ഇത് D1 ആക്കി എടുത്തു, അടുത്തത് നമ്മൾ D2 ആക്കി എടുത്തു അല്ലെ? ഇതാണ് D2, ഇത് D1, ഇത് D2. അപ്പൊ ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 എന്ന് പറയുന്നത് എന്താണ്? ഈ വലിയ ഈ റോംബസിന്റെ ഏരിയ ആണ് അല്ലെ? അപ്പൊ നമുക്ക് അതാണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഹാഫ് ഇൻറ്റു D1 ഇവിടെ എടുക്കുന്നുണ്ട്, D2 ഇവിടെ എടുക്കുന്നുണ്ട് അല്ലെ? ബാക്കി ഇവിടെ ആരാ കൂടുതലുള്ളത്? 1/2 ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട്. അപ്പൊ നമുക്ക് ഹാഫ് അവിടെ നിന്നോട്ടെ. D1 വേണം, നമുക്ക് D2 വേണം. ബാക്കി ഈ 2, ഇത് അടിയിൽ ഒരു 2, ഇവിടെ ഒരു 2, അതിനെ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയിക്കൂടെ? അപ്പൊ നമുക്ക് ഇതിനെ മാത്രം ഇവിടെ നിർത്താം. ഹാഫ് ഇൻറ്റു D1 ഇവിടെ തന്നെ കിടന്നോട്ടെ ഇൻറ്റു D2 ഇവിടെ തന്നെ കിടന്നോട്ടെ = എന്ത് വരും? 3/2 എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ആയി, ഇവിടെ /2 എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ആയി. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 3 × 2 6, 6 × 2 12. അതായത് ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ലാർജ് റോംബസ് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ലാർജ് റോംബസ് = 12 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയാൽ ഏരിയ ഓഫ് ഇങ്ങനെ എഴുതിയാലും മതി, സ്മോൾ ക്വാഡ്രിലാറ്ററൽ അല്ലെ? അങ്ങനെ എഴുതിയാലും മതി, ഏരിയ ഓഫ് സ്മോൾ ക്വാഡ്രിലാറ്ററൽ അങ്ങനെ എഴുതിയാലും മതി. അതൊക്കെ ആയില്ലേ? ഇനി നമുക്ക് അതിലെ 4ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ദി സൈഡ്സ് ഓഫ് റോംബസ് ആർ 10 centimeters ലോങ് ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 16 centimeter ലോങ്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് അതർ ഡയഗണൽ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു റോംബസ്, ഒരു സമഭുജ സമാന്തരികം, അതിന്റെ വശങ്ങളുടെ നീളം എത്രയാണ്? 10 centimeter ആണ്. അതുപോലെ തന്നെ ഒരു ഡയഗണൽ, ഒരു വികരണത്തിന്റെ നീളം തന്നിട്ടുണ്ട് 16 centimeter അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? റഫായിട്ട് ഒരു ഫിഗർ വരയ്ക്കാം. ഇതൊരു സമഭുജ സമാന്തരികം. ഇതിന്റെ വശങ്ങളുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? എത്രയാണ്? 10 centimeter വെച്ചാണ് വശങ്ങളുടെ നീളം. ഇനി അതിന്റെ ഒരു ഡയഗണൽ അല്ലെ? ഒരു ഡയഗണലിന്റെ നീളം തന്നിട്ടുണ്ട് എത്രയാണ്? 16 centimeter. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡയഗണൽ എടുക്കുക, അതിന്റെ നീളം എത്രയാണ്? 16 centimeter ആണ് അല്ലെ? അപ്പൊ 16 centimeter എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് 16 centimeter. അതായത് ഇതിപ്പോ എത്ര ഉണ്ടാവും? ഇത് 8 centimeter ആണെങ്കിൽ ഇതും 8 centimeter അല്ലെ? അപ്പൊ 8 × 16. അപ്പൊ ഇതിന്റെ നീളം നമ്മൾ 16 ആക്കി എടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി അതർ ഡയഗണൽ? ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഡയഗണൽ, അതായത് ഇതിന്റെ നീളം എത്രയായിരിക്കും? ഇതാണ് ആദ്യത്തെ ചോദ്യം.
നമുക്കറിയാം ഇവിടെ റോംബസ് ആണെങ്കിൽ അതിന്റെ വികരണങ്ങൾ, അതിന്റെ ഡയഗണൽസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും അല്ലേ? അതായത് ഈ ആംഗിളൊക്കെ എത്രയായിരിക്കും? 90 ഡിഗ്രി വെച്ചായിരിക്കും. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പോയിന്റ്. കണ്ട, ഇത് ഓർമ്മ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്, അതായത് ഈ ആംഗിളൊക്കെ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതെന്താണ്? 4 മട്ടത്രികോണങ്ങളാണ് അല്ലെ? തുല്യമായ 4 മട്ടത്രികോണങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിൽ നോക്കിയാൽ ഈ സൈഡ് നമുക്കറിയാം 8 അല്ലെ? ഇത് മൊത്തം 16. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് 8, ഇത് 10. അങ്ങനെയാണെങ്കിൽ ഈ നീളം നമുക്ക് കണ്ടുപിടിച്ചൂടെ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന വശമാണ് കർണം, ഹൈപ്പോട്ടിനസ്. അത് നമുക്കറിയാം 10, ഒരു വശം അറിയാം 8. അങ്ങനെയാണെങ്കിൽ മറ്റേ വശം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്ക്വയർ കിട്ടും അല്ലേ? നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ ഒരു പേര് കൊടുക്കുക. വേണമെങ്കിൽ ഇതൊക്കെ ABCD എന്ന് പേര് കൊടുത്തു. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇ എന്നും പേര് കൊടുത്തു ഈ പോയിന്റിന്. അങ്ങനെയാണെന്ന് നോക്കി നമുക്ക് BE അല്ലേ? അപ്പൊ BE സ്ക്വയർ എങ്ങനെ കിട്ടും നമുക്ക്? ഇതാണ് കർണം, ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറച്ചാൽ മതി അല്ലേ? 10 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ അല്ലേ? 10ന്റെ സ്ക്വയർ 100 മൈനസ് 8ന്റെ സ്ക്വയർ 8 8 64, അതായത് 36. അപ്പോൾ BE എത്ര വരും? BE എന്ന് പറയുന്നത് √36 അല്ലേ? അതായത് 6 സെന്റിമീറ്റർ. അപ്പൊ BE എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടി എത്ര? 6 സെന്റിമീറ്ററിന് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതന്നെ ആയിരിക്കും ഇങ്ങോട്ടുണ്ടാവുക അല്ലേ? അപ്പൊ BDയുടെ നീളം എത്രയായിരിക്കും? 6 6 12 സെന്റിമീറ്റർ. അപ്പൊ BD അല്ലേ? BD = 6 × 2 12 അല്ലേ? 12 സെന്റിമീറ്റർ. അതായത് BD എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ഡയഗണൽ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് ദി അതർ ഡയഗണൽ. അതായത് രണ്ടാമത്തെ വികരണത്തിന്റെ നീളം എത്രയാണ്? 12 സെന്റിമീറ്റർ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മൾ പൈത്തഗോറസ് തിയറി ഉപയോഗിച്ചു, വേറെ ഒന്നില്ല. അപ്പൊ ഈ നീളം അറിയാം, ഈ നീളം അറിയാം, ഈ നീളം കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ? ഇത് ഒന്നാമത്തത് അല്ലേ? ഇത് ഒന്നാമത്തത്. അടുത്ത രണ്ടാമത്തത്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി റോംബസ്? ഈ റോംബസിന്റെ ഏരിയ എന്തായിരിക്കും? റോംബസിന്റെ ഏരിയ നമുക്ക് നോക്കിയേ, ഈ ഡയഗണലിന്റെ നീളം നമുക്കറിയാം 16 എന്നറിയാം അല്ലെ? ഈ ഡയഗണലിന്റെ നീളം നമുക്കറിയാം എത്ര കിട്ടി? 12 എന്ന് കിട്ടി അല്ലെ? 6 6 12 എന്ന് കിട്ടി. അപ്പൊ ഡയഗണലിന്റെ നീളം അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം ഏരിയ = ½ D1 × D2 അല്ലെ? അതായത് ഹാഫ് നോക്കിയാൽ D1 എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്, എത്രയാണ്? 16 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. D2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 12 സെന്റിമീറ്റർ അല്ലേ? ഇത് നമ്മൾ ഇപ്പൊ നമുക്കറിയാം. അതുകൊണ്ട് ½ × D1 × D2, ½ × 16 × 12 അല്ലെ? 2 12ൽ എത്ര? 6 പ്രാവശ്യം. അപ്പൊ എത്ര കിട്ടി? 6 × 6 36, 9 6 3 9. അപ്പൊ 96 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഏരിയ. ഇനി എന്താണ് ചോദ്യം? മൂന്നാമത്തെ എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കിയേ. വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഓപ്പോസിറ്റ് സൈഡ് അല്ലെ? ഈ ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഏരിയ നമുക്ക് 2 തരം കണ്ടുപിടിക്കാം അല്ലെ? ഇപ്പൊ ഇവിടെ നമുക്ക് D1 ഉം D2 അറിയാവുന്നത് കൊണ്ട് ½ D1 × D2 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഏരിയ കിട്ടി. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വശം അറിയുകയാണെങ്കിൽ അല്ലെ, നോക്കിയാൽ B അല്ലെ? B × H അല്ലെ? നമുക്ക് അങ്ങനെ ചെയ്യാൻ അറിഞ്ഞൂടെ? ഇത് B, ഇത് H അല്ലെ? ഇത് H. അപ്പൊ B × H എന്ന് പറഞ്ഞാലും ഏരിയ കിട്ടും, ½ × D1 × D2 എന്ന് പറഞ്ഞാലും നമുക്ക് ഏരിയ കിട്ടും അല്ലെ? അതായത് നോക്കിയേ, നമുക്കിവിടെ ഏരിയ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 96 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് നോക്കാം. B × H എന്ന് പറഞ്ഞാലും എന്താണ്? ഏരിയ തന്നെയാണ് അല്ലെ? അതായത് നോക്കിയാൽ B × H = 96. B എത്രയാണ് ഇവിടെ? 10. അപ്പൊ 10 × H. H ആണ് ഈ 2 വശങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കണ്ടുപിടിക്കാൻ. അപ്പൊ 10 × H = 96 അല്ലെ? അങ്ങനെയാണെങ്കിൽ H എന്ത് വരും? H = 96 അല്ലെ? × 10 എന്നുള്ള ഇങ്ങോട്ട് വരുമ്പോ /10 ആയി. 96 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ചെയ്താൽ മതി. ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ മതി അല്ലെ? അപ്പൊ 9.6 അല്ലെ? 9.6 സെന്റിമീറ്റർ. അപ്പൊ എഴുതാ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലെ? അതായത് എതിർവശങ്ങൾ തമ്മിലുള്ള അകലം
9.6 സെൻറ്റിമീറ്റർ അങ്ങനെ എഴുതാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ, അതായത് ട്രപ്പീസിയമാണുള്ളത്, ലംബകങ്ങൾ. അപ്പോൾ അതുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.